ഹായ്, ഞാൻ സിനു. ഞാനിപ്പോൾ സിംഗപ്പൂരിലാണ് ഇരിക്കുന്നത്. നമുക്ക് ആദ്യമേ സ്റ്റോറിൽ നിന്ന് തുടങ്ങാം. ഞാൻ പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഏകദേശം ഒരു 4-5 പഠിക്കുമ്പോൾ എൻ്റെ സ്കൂള് അടുത്താണ്. അപ്പോൾ നമ്മളൊരു റബ്ബർ തോട്ടത്തിൽ കൂടെ കയറി ഇറങ്ങിയാണ് ക്ലാസ്സിന് പോകുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട്, റബ്ബർ തോട്ടം. അതിനകത്ത് ഒരു മരം വീഴുമ്പം ഒത്തിരി പണിക്കാർ വരും. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം ആന വന്ന് തടി വിരിക്കുന്നത്. അതാണ് എൻ്റെ ചെറുപ്പകാലത്തിലെ മരം വെട്ടിന്റെ ഒരു പാറ്റേൺ. അപ്പം മരം വീഴുക, മരം വെട്ടുക, അപ്പൊ ഇത് വലിക്കാൻ മരം എവിടെയെങ്കിലും വീണോ വളരെ സന്തോഷം, കാരണം തടി വലിക്കാൻ ആന വരും. അപ്പം ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് സിംഗപ്പൂരാണ്. ഇവിടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മരം വെട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക സിംഗപ്പൂരിൽ മരം വെട്ടുന്നത് എന്നാണ് ഇവര് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കും ഓർഗനൈസുമായിട്ടാണ് ഇവിടെ സിംഗപ്പൂർ ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് ആക്ച്വലി നടക്കുന്നത് ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ HDBയുടെ ബാൽക്കണിയുടെ പുറത്ത് നമുക്ക് ജനലിൽ കൂടെ നോക്കി കഴിഞ്ഞ് ഈ മരം വെട്ട സീനെല്ലാം കാണാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ ലോറി പോലെ ഒരു ലോറി തന്നെയാണ്. ഈ ലോറിയിൽ ഒരു JCBയുടെ കൈ പോലെ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ട് കൊണ്ടുവരും. ഇപ്പോൾ കാണുന്ന ലോറിയിൽ ഒരു സാധനം നിലത്ത് ഫിക്സ് ചെയ്യുന്നത് കണ്ടോ? അതായത് ഈ പറയുന്ന ഇപ്പം ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നത് കണ്ടല്ലേ, അതനുസരിച്ച് അതിനടുത്തൊരു സാധനം സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടോ ഈ ലോറിനെ. അതൊരു കാല് പോലൊരു സാധനം, അത് ആ ഭാഗത്തുനിന്ന്, അതായത് ലോറിയുടെ ഈ ഭാഗത്ത് ഫിക്സ് ചെയ്തത് ഓട്ടോമാറ്റിക്കലി റിമോട്ട് വെച്ച് ഈ കാല് പുറത്തോട്ട് നീണ്ടു വന്ന് നിലത്ത് ഫിക്സ് ചെയ്യുന്നതാണ്. ഇപ്പം നിലത്ത് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നല്ല കട്ടിയുള്ള ഒരു കല്ലിട്ട് വെക്കും. കാരണം അതിൻ്റെ അറ്റം ഭയങ്കര ഷാർപ്പ് ആയതുകൊണ്ട് ആ നിലത്ത് ഇട്ടിരിക്കുന്ന ടൈൽസ് പൊട്ടാതിരിക്കാനായിട്ട്. അപ്പം അതായത് ഇത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഫ്രണ്ടിലുള്ള സപ്പോർട്ടാണെങ്കിൽ ഇതുപോലെ തന്നെ ബാക്കിലും സപ്പോർട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ ആ ലൈറ്റ് ഇരിക്കുന്ന സ്റ്റാൻഡ് കണ്ടോ, അവിടെയും ഇതുപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് ആയിട്ടൊരു ലെഗ് ഉണ്ട്. അപ്പം ഈ ലോറീനെ ബാക്കി ഇത് കൂട്ട് 2 കാല് വെച്ച് 2 സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇപ്പം ലോറിയുടെ മുകളിൽ ഒരു കൈ ഇരിക്കുന്നുണ്ടോ, അത് നമ്മുടെ JCBയുടെ കൂട്ടൊരു കൈയാണ്. അപ്പം ഈ കൈയുടെ ടിപ്പിനകത്തായിട്ട് ഒരു ബക്കറ്റ് പോലൊരു സാധനമുണ്ട്. ആ ബക്കറ്റ് ബോക്സിനകത്ത് അതിന് അസൈൻ ചെയ്തിരിക്കുന്ന ജോലി ചെയ്യുന്ന ആൾ കയറിയിരുന്നിട്ടാണ് ഈ പറയുന്ന കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗപ്പൂര് ഇതുപോലെ മരം കട്ട് ചെയ്യുമ്പോഴെല്ലാം വരുന്ന ആൾക്കാരെല്ലാം അത്യാവശ്യം ജാക്കറ്റ് ഇട്ടിട്ടായിരിക്കും. അതായത് ഇപ്പോൾ കാണുന്ന ചേട്ടനെ കണ്ടോ, ഒരു റെഡ് കളറിലുള്ള ജാക്കറ്റ്. അതുപോലെ ഈ ജാക്കറ്റിൻ്റെ പുറത്ത് ഒരു ഫ്ലൂറസെൻ്റ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും ഉണ്ടാവും. അപ്പം ഏത് മരത്തിനകത്താണെങ്കിലും പുല്ലിനിടയിലാണെങ്കിലും ഈ ആളെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള ഇങ്ങനത്തെ ജോലി ചെയ്യുന്നവർക്ക് എല്ലാം ഹാറ്റ്, തൊപ്പി, പിന്നെ അവരുടെ ആ ജാക്കറ്റ്, കാലിൽ ബൂട്ട്സ്, കയ്യിൽ ഗ്ലൗസ്. ഇപ്പം മരം പിടിക്കുന്നവർ, വലിക്കുക അങ്ങനെ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൽ ഗ്ലൗസും ഇട്ട് വളരെ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ എല്ലാം നന്നായിട്ട് ഫോളോ ചെയ്തതിന് ശേഷം മാത്രമേ ഇവർ പണി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുപോലെ അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഈ ബക്കറ്റിനകത്ത് കയറുന്ന ചേട്ടനാണ്. ഈ ചേട്ടന് ആ ബക്കറ്റിനകത്ത് തന്നെ ഒരു സ്ട്രാപ്പ് ഉണ്ടാവും. ആൾ അതിനകത്ത് കയറിയിട്ട് ആ സ്ട്രാപ്പ് വെച്ച് സ്വന്തം ദേഹം ഈ പറയുന്ന ആ ബക്കറ്റുമായിട്ട് കണക്ട് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ആൾക്ക് വേണ്ട ചെറിയ ചെറിയ ടൂൾസ്, ഇപ്പം ഡ്രില്ലർ, കട്ടിങ് മെഷീന്, അങ്ങനത്തെ 1-2 ചെറിയ ടൂൾസും ഈ ബോക്സിനകത്തുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് നിലത്ത് നിൽക്കുന്ന ആളുടെ കയ്യിലിരിക്കുന്ന ആളുടെ കയ്യിലിരിക്കുന്ന ഒരു റിമോട്ട് വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന JCBയുടെ കൈ ഉയർത്തി കൊടുക്കും. അപ്പോൾ നമുക്ക് ഏത് മരമാണോ കട്ട് ചെയ്യേണ്ടത് ആ മരത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ആൾക്ക് ഈ കൊട്ടയ്ക്കകത്ത് നിൽക്കുന്ന ആൾക്ക് കൈ എത്തുന്ന ബ്രാഞ്ചുകൾ ഓരോന്നോരോന്നായിട്ട് മുറിച്ചു വിടും. അപ്പം ഒരു 5-6 ആൾക്കാർ കൂടെ ഉണ്ടാവും. അപ്പോൾ കൂടെയുള്ള താഴെ നിൽക്കുന്ന ആൾക്കാർ ചെറിയ ശിഖരങ്ങളും എല്ലാം സോർട്ട് ചെയ്ത് മാറ്റിയിടും. ഇതിനകത്ത് വലിയ ശിഖരം ഉണ്ടെങ്കിലും അത് കട്ട് ചെയ്ത് ചെറുതാക്കി സൈഡിലോട്ട് ഒതുക്കിക്കൊണ്ടിരിക്കും. ഈ മുകളിൽ പോകുന്ന ആൾക്ക് എത്തുന്ന ദൂരം അല്ലെങ്കിൽ വേണ്ട ഡിസ്റ്റൻസ് താഴെ നിൽക്കുന്ന ആൾക്ക് അറിയിക്കുകയും, അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന ആൾ നോക്കി മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ ഈ കൊട്ടയുടെ ഡയറക്ഷൻ മാറ്റിയും മറിച്ചും കൊടുക്കുന്നത്. ഈ താഴെ നിൽക്കുന്ന ചേട്ടനാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയാൻ മറന്നുപോയി. നമ്മുടെ നാട്ടിലുള്ള പോലെ എൻ്റെ പറമ്പിൽ നിൽക്കുന്ന മരം എനിക്ക് ഇഷ്ടമുള്ളപ്പം മുറിക്കുന്ന ഒരു ആചാരം ഇവിടെ ഇല്ല.
കാരണം ഇവിടെ എല്ലാ പ്രോപ്പർട്ടിയും ഗവൺമെൻറ്റിൻ്റേതാണ്. ഗവൺമെൻറ് മനുഷ്യരുടെ സെക്യൂരിറ്റീനെ ബേസ് ചെയ്ത് മരത്തിൻ്റെ പ്രായം അനുസരിച്ചും കട്ട് ചെയ്ത് കളയേണ്ട ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ സമയമാകുമ്പോൾ അവർ ആളെ വിട്ട് കട്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ലീഗലി ഇത് കട്ട് ചെയ്യാനായിട്ട് ഓതറൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. സാധാരണക്കാർക്ക് സിംഗപ്പൂരിലെ ഒരു പുല്ല് പോലും പറിക്കാനുള്ള അനുവാദം ഇവിടെ ഇല്ല. കാരണം ഇവിടെ പുല്ല് പോലും ഒരു 1.5 ഇഞ്ചിന് മുകളിലോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ അതിന് ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാർ വന്ന് കൃത്യമായ മെഷീൻസും ആൾക്കാരെയും വിട്ട് കട്ട് ചെയ്ത് ലെവലാക്കി മാനേജ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും സിംഗപ്പൂർ വളരെ മനോഹരമായും പച്ച പുതച്ച് നിൽക്കുന്നത്. ഗവൺമെൻറ് ഓർഡർ ഇല്ലാതെ നമ്മളിവിടെ ട്രീ മുറിക്കുകയോ പറിക്കുകയോ വല്ലതും ചെയ്താൽ ഇവിടെ $50,000 വരെ പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ 6 മാസം ജയിൽവാസം വരെയോ ശിക്ഷ നമുക്ക് ലഭിക്കാവുന്നതാണ്. ഇത് കൂടാതെ ഇവിടെ നിലത്ത് വീഴുന്ന പഴങ്ങൾ, മാങ്ങയോ അല്ലെങ്കിൽ ഈ നാട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് എന്തെങ്കിലും നിലത്തുനിന്ന് കളക്ട് ചെയ്യുകയോ പറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ചെടികൾ ഏതെങ്കിലും വഴിയിൽ നിന്ന് പറിക്കുകയോ മറ്റോ ചെയ്താൽ $5,000 തൊട്ട് $50,000 വരെ ലീഗലി ഇവിടെ പണിഷ്മെൻറ്റ് ലഭിക്കാവുന്നതാണ്. ഇവിടെ ചെടികൾ മുറിക്കുന്നതും ചെടികൾ നടുന്നതും ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും പ്രൂൺ ചെയ്യുന്നതുമെല്ലാം ഗവൺമെൻറ് ഏർപ്പാട് ചെയ്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അങ്ങനെ മരം വെട്ടെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ അതേ മരത്തിൻ്റെ ചില്ലകളെല്ലാം കെട്ടാക്കി ഈ JCBയുടെ അതുപോലത്തെ ക്രെയിൻ ഉപയോഗിച്ച് അതെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി ബാക്കി ആൾക്കാർക്ക് നടക്കാനുള്ള വഴി ക്ലിയർ ചെയ്തിരിക്കുകയാണ്. നമ്മളിത് വെട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചുമപ്പും വെള്ളയും നിറത്തിലുള്ള ബാൻഡുകൾ കെട്ടി ഇവിടെ മുഴുവൻ അടച്ചിട്ടുണ്ടാവും. അതുപോലെ വഴി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സിഗ്നൽ ബോർഡ് കൊടുത്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാകും. ഇപ്പം ഇവർ ഈ ആദ്യം വെട്ടിയിട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നൊരു സ്ലോട്ടായിരുന്നു. അവർ ഇപ്പം അവിടെ എല്ലാം ക്ലീൻ ആക്കുകയാണ്. ഇത് കുറച്ചധികം ഏരിയ ഉണ്ടായിരുന്നു ഈ മരങ്ങൾ അവർക്ക് വെട്ടി മാറ്റാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഓൾമോസ്റ്റ് ഒത്തിരി ഇലകൾ വീണിട്ടുണ്ട്. ഇവർ വരുമ്പോൾ തന്നെ അത് ക്ലീൻ ആക്കാനുള്ള അടിച്ച് ക്ലീൻ ആക്കാനുള്ളതും അതിൻ്റെ വേസ്റ്റുകൾ കളയാനുമുള്ള സെറ്റപ്പുകളൊക്കെ തന്നെയായിട്ടാണ് വരുന്നത്. ഇത് കഴിഞ്ഞ് മരമെല്ലാം വെട്ടിക്കഴിഞ്ഞ് പോകുന്ന ലോറിയിലും പിന്നെ വേറെ ലോറി വിളിച്ചിട്ടും ഇവർ ഈ ചെറിയ കട്ട് ചെയ്തിട്ടുള്ള പീസുകളെല്ലാം ഓരോന്നോരോന്നായി ഷിഫ്റ്റ് ചെയ്ത് ആ ഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പം അവിടെ ട്രീ നിന്നെടുത്ത് കുറച്ച് ഇലകൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം അവർ ക്ലീൻ ആയിട്ട് എംപ്റ്റി ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ കണ്ടത് ശിഖരം വെട്ടുന്നതാണ്. ഇതുപോലെ മരം വെട്ടുന്നതാണെങ്കിൽ അതിൻ്റെ അടിഭാഗത്തു നിന്ന് വെട്ടി അതിൻ്റെ കടയ്ക്കലുള്ള വേരെല്ലാം കുഴിച്ച് എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെ പുതിയ മണ്ണ് നിറച്ച് ലെവലാക്കും. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ ചെടി നടും. മരമാകാനുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും സിംഗപ്പൂർ പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഈ മരം വെട്ടുന്നത് ഒരു വളരെ അത്ഭുതം തോന്നിയൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നത്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി എഴുതിയിടുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.